NS 200 ഹഗ്ഗറാണ് വെക്കാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊന്ന് ഹഗ്ഗറിൻ്റെ ബാക്കിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ആ ഒരു ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ മനസ്സിലായി കാണും. നമ്മൾ അതിൻ്റെ ലെവലൊക്കെ നോക്കുവാണെങ്കിൽ ലാംസിന് വേണ്ടി മാത്രമേ വെൽഡേ ഉള്ളൂ. നമുക്ക് ഒന്നും അഴിച്ചു മാറ്റത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, ഒന്നും മുറുക്കുന്ന യു ആർ വാച്ചിങ് ടെക് ആൻഡ് വ്ലോഗ് മലയാളി. അപ്പോൾ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ SLRൻ്റെ അപ്ഡേറ്റ് തന്നെയാണ്. നമ്മൾ SLRൻ്റെ ബാക്കിൽ NS 200 ഹഗ്ഗറാണ് വെക്കാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്തു, അതിൻ്റെ വെൽഡിങ്ങിൻ്റെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു, എങ്ങനെ ആക്കി നമ്മൾ, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് വന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ എന്നെ വിടുക. അപ്പോൾ നമുക്ക് ഇനി ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പോകാം. നമ്മുടെ NSൻ്റെ ഹഗ്ഗർ ഇൻസ്റ്റാളേഷനിൽ വരുന്ന രണ്ട് മെയിൻ പാർട്ടെന്ന് പറഞ്ഞാണ്. ഒന്ന് നമ്മുടെ ഹഗ്ഗറിൻ്റെ സ്റ്റേ, വേറൊന്ന് ഹഗ്ഗറിൻ്റെ ബാക്കിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പീസ്, ആ ഒരു ഗാർഡ് പോലത്തെ പീസ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേ വൃത്തിക്ക് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യണം. പക്ഷേ എല്ലാവരും ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ സ്റ്റേ വച്ച് പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് വെക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം ചിലപ്പോൾ ഈ സ്റ്റേയുടെ ലെവലിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചെറിയ ലെവൽ വ്യത്യാസം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസിലോട്ട് ഈ സ്റ്റേ വെച്ചങ്ങ് പക്കായിട്ട് ഉറപ്പിക്കുക. ദെൻ അതിനുശേഷമാണ് നമ്മൾ വണ്ടി വെച്ച് ലെവൽ നോക്കുന്നതും സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാദ്യം ചെയ്യാം. സോ ഗൈസ് നമ്മൾ യൂസ് ചെയ്തെന്ന് പറയുന്നത് കണ്ടല്ലോ 10-ൻ്റെ ഇതൊരു കമ്പനി ടൈപ്പ് ബോൾട്ടാണ്. ഈ സെയിം ടൈപ്പ് ബോൾട്ട് തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് വെച്ച് നമ്മൾ മുറുക്കുമ്പോൾ ഈ ബീഡിങ്ങിൻ്റെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. വെച്ചിട്ട് ഇവിടെ രണ്ടെണ്ണം നമ്മുടെ മെയിൻ ബോൾട്ട് സ്റ്റേ വരുന്ന ബോൾട്ട് വരും. ദെൻ ഇവിടെ അപ്പോൾ കണ്ടല്ലോ എന്തുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇടുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ആ കറക്റ്റ് നമ്മുടെ ബീഡി പക്ക മാച്ചായിട്ട് ഇരിക്കും. അതിനാണ് നമ്മൾ ഈ ബോൾട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഇടുക, അപ്പുറത്ത് ഇടുക, ഇടാ, ദെൻ സെൻറ്ററിലെ ഹോൾ, 10-ൻ്റെ T യൂസ് ചെയ്ത് സോ നമ്മളിത് അതിൻ്റെ സ്റ്റേ വെച്ച് മുറുക്കിയിട്ടുണ്ട്. പക്കയായിട്ട് സാധനം മുറിയിട്ടുണ്ട്. നമ്മുടെ ആ ലുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വരേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ്. കറക്റ്റ് നമ്മുടെ ടയറിൻ്റെ ബാക്ക് സൈഡിൽ വരികയും ചെയ്യണം. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ മനസ്സിലായി കാണും. നമ്മൾ അതിൻ്റെ ലെവലൊക്കെ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റേ ഒരു സൈഡിലോട്ട് വലിഞ്ഞായിരിക്കുന്നത്. നമ്മൾ അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് ഈ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സോ അപ്പോൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന പട്ടയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മൈൻഡ് ചെയ്യണം. നമ്മൾ കറക്റ്റ് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് നമ്മൾ സംഭവം സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പട്ടെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം കട്ടിയുള്ള വളഞ്ഞു പോകാത്ത രീതിയിലൊരു പട്ട എടുത്തിട്ട് ആദ്യം ഒരു എൽക്ലാമ്പ് എടുത്ത് നമ്മൾ മേളിലെ എൽക്ലാമ്പ് വെച്ച് അവിടെ വെൽഡ് ചെയ്തു. ദെൻ അടുത്ത അതിൽ നിന്നൊരു നേരെ ഒരു പട്ട അടിച്ചു. ആ പട്ടയ്ക്ക് ഒരു സ്ട്രോങ്നെസ് കിട്ടാൻ വേണ്ടി ഇതിനിടയ്ക്കും നമ്മുടെ സിങ്ങാമ് വെച്ചിട്ട് പക്കയായിട്ട് സെറ്റ് ചെയ്തു. ഇതിൽ ഇവിടെ ഒന്നും വേറെ ഇടയും വെൽഡ് അടിച്ചിട്ടില്ല. കറക്റ്റ് ഈ ഒരു ക്ലാംസിന് വേണ്ടി മാത്രമേ വെൽഡേ ഉള്ളൂ. നമുക്ക് ഒന്നും അഴിച്ചു മാറ്റത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, ഒന്നും മുറുക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്കയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വീല് കറങ്ങുന്നതിൽ വേറൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി നമുക്കിത് വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഗൈസ് നമുക്ക് അടുത്ത് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. സാധാരണ നമ്മൾ NSൽ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വാഷർ ആൻഡ് ബോൾട്ട് വെച്ച് നിങ്ങൾ ഈ ബോൾട്ട് കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് പ്രോസസ്സിൻ്റെ പേരിൽ കയറ്റി ഇടുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ പ്രോഡക്റ്റ് പുറത്തോട്ട് ഇറക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് നട്ട്സ് ആൻഡ് ബോൾട്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമ്മളിത് കറക്റ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കറക്റ്റായിട്ട് ഇപ്പം കയറിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലിടാനുള്ള നട്ട് ഇത് വാഷറിട്ട് മുറുക്കുക എന്നുള്ളതാണ്. നമ്മൾ രണ്ട് നട്ടിട്ട് മുറിക്കും. നട്ടിൻ്റെ ബേസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ലാസ്റ്റ് നല്ല നീറ്റായിട്ടുള്ള നട്ടിട്ട് മുറുക്കുന്നതായി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നട്ടിട്ടേക്കുന്നതാണ്. നട്ട് പക്കയായിട്ട് മുറുക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം പുറകിൽ നിന്നൊക്കെ ഈ സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് കറക്റ്റ് ഗ്യാപ്പ് വരുന്നുണ്ട്. ചില തിരക്കായിരിക്കും ബാക്ക് സൈഡ് ചെറുതായിട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു കൈ പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓവറായിട്ട് പ്രോഡക്റ്റ് തള്ളിയിട്ടുമില്ല. ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. മാത്രമല്ല ഈ കമ്പനിയുടെ ഈ ഒരു ഡിസൈനിൽ നമ്മളൊരു പ്രശ്നങ്ങൾ വരുത്തിയിട്ടില്ല. പക്ക ആ ഒരു നീറ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. അത് മാത്രമല്ല നമ്മൾ കറക്റ്റ് ആ ഒരു എന്നാ പറയേണ്ടത് നമ്മുടെ
ഒരു ഹഗ്ഗർ വരേണ്ട ഒരു മോഡുലേഷൻ തന്നെ. ഇവിടെ ഇത്രയും സ്പേസ് കറക്റ്റ് നമ്മൾ നോക്കി തന്നെയാണ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മുടെ തട്ടുന്ന പ്രോബ്ലംസ് വരത്തില്ല, എല്ലാം പക്കയാണ്. വെള്ളം തെറിക്കുന്ന പ്രശ്നം വരത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് മഴ തൊഴിൽ നോക്കാൻ പറ്റത്തില്ലായിരിക്കും. സോ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണിച്ചാൽ ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നമ്മൾ പക്കയായിട്ട് ആ കമ്പനിയിൽ എങ്ങനെ വരുന്നതാണോ ആ ഒരു ലുക്ക് തന്നെ കീപ്പ് ചെയ്തേക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഹഗ്ഗറും നമ്മുടെ ആ ഒരു എന്നാ പറയണ്ടേ V3യുടെ ആ സൈലൻസറും എല്ലാം കൂടെ വന്നപ്പോൾ വണ്ടി കാണാൻ നല്ലൊരു പാക്ക് ലുക്കായി. ബാക്കിൽ നിന്ന് പക്ക ലുക്കാണ് സാധനം കാണാനായിട്ട്. സംഭവം ഇത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ നമ്മുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സംഭവം പക്കയായിട്ടിരിക്കുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ്. നമ്മുടെ ക്ലാം പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്ത് തരാം. അത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ബാക്കിയുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ഹഗ്ഗർ സെറ്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് സംഭവം ചെറിയൊരു വീഡിയോ എന്നറിയാം. ജസ്റ്റ് ഒന്ന് അതിന് ഇൻഫർമേഷൻ തരണം എന്ന് തോന്നി. എനിക്ക് എൻ്റെ കയ്യിലുള്ള ഫുട്ടേജാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളിത് ചെയ്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് പോയായിരുന്നു. സോ ആ ടൈമിൽ നമുക്ക് വീഡിയോസിനൊന്നും അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ വീഡിയോ കാണുമ്പോൾ. വലിയ ഇളക്കവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുത്ത് നോക്കി. സംഭവം ഓടിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഹൈഡിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്യാം അത് ഓടിക്കുമ്പോൾ ഉള്ള വീഡിയോ എന്നുള്ളത്. സോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം താഴെ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് മീറ്റ് യു ഫ്രം ടെക് ആൻഡ് വ്ലോഗ് മലയാളി.